ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷകരമായ ഒരു കോൽക്കളിയാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കണ്ടത്. അതൊരു കല്യാണ വീടാണ്. ആലുവയിലാണ്, എടയപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ കല്യാണത്തിൻ്റെ തലേന്ന് കൂട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ കുടുംബക്കാരും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും ഒത്തുകൂടി വളരെ സന്തോഷകരമായ ഒരു രാവായിരിക്കും. അത് തന്നെയാണ് ഈ ആലുവയിലും കാണപ്പെട്ടത്. വളരെ സന്തോഷകരമായ ഒരു രാവിൽ പുതുമണവാളനും അതുപോലെ തന്നെ പുതുമണവാട്ടിയും ആവാനുള്ള കാത്തിരിപ്പിൽ അവർ അന്ന് രാത്രി തനത് ഇസ്ലാമിക കലാരൂപങ്ങളായ ചിലപ്പോൾ കോൽക്കളി ആയാലും ചിലപ്പോൾ കൈകൊട്ട് പാട്ടായാലും ചിലപ്പോൾ ഒപ്പനയായാലും അങ്ങനെ ചില മാപ്പിള പരിപാടികളുമായിട്ട് ഒത്തുചേരുന്ന ഒരു സംസ്കാരം നമ്മുടെ മലബാർ കേരളത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. അത്തരമൊരു കലാപരിപാടിയാണ് നിങ്ങൾ കണ്ടത്. എന്നാൽ ഇത്തരം സന്തോഷങ്ങൾ എല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് അങ്ങോട്ട് ഇല്ലാണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? അതൊന്നും നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാൻ പോലും പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ, ഒരു കല്യാണ വീട് അല്ലെങ്കിൽ ഒരു കല്യാണ വീടിൻ്റെ തലേ ദിവസം ആ ഉത്സാഹവും ആ സന്തോഷവും ആ കൂട്ടായ്മയും എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തകരുന്ന ഒരു കാഴ്ച. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതെ, ആ കല്യാണ വീട് ഒരു മരണ വീടായി മാറുകയാണ്. അത് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പലപ്പോഴായിട്ട് പറഞ്ഞത്. മരണം എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാവരെയും ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. അത് പാവപ്പെട്ടവനോ പണക്കാരനെന്നോ രാഷ്ട്രീയക്കാരനെന്നോ ശുദ്രനെന്നോ ഒന്നും യാതൊരു വ്യത്യാസവും അതിനെ കാണിക്കുകയില്ല. പടച്ചവൻ വിളിക്കേണ്ട സമയമായാൽ നമ്മളെ വിളിച്ചിരിക്കും. ആ സമയം ഇതാ ആയിരിക്കുകയാണ് എന്നുള്ളതാണ്. നമുക്ക് ആദ്യമായിട്ട് ആ കോൽക്കളിയുടെ ഇടയിൽ അവരുടെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു അലി എന്ന് പറയുന്ന മനുഷ്യൻ മരിക്കുന്ന ലൈവ് ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. എത്ര ഹൃദയവേദനയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ആ സന്തോഷകരമായ രാവെല്ലാം ഒരു നിമിഷം കൊണ്ട് സങ്കടക്കടലായി മാറുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ഇത് ആലുവയിൽ എടയപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. ആലുവ എടയപ്പുറം വൈസ് പ്രസിഡന്റാണ് മുസ്ലിം ലീഗിൻ്റെ ഈ MM അലി എന്ന് പറയുന്ന ഈ വ്യക്തി. അദ്ദേഹം മുസ്ലിം ലീഗിൽ ഒരുപാട് കാലമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ഇളയ പ്രവർത്തകരാണ്. അദ്ദേഹത്തിനെ അറിയാത്തവരായിട്ട് ആ നാട്ടിലോ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആരും തന്നെ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ അദ്ദേഹം ശിഹാബ് തങ്ങളുമായിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനിയനുമായിട്ടും എല്ലാം അഭേദ്യമായ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ഈ മരണം എന്ന് പറയുന്ന സമയത്തിന് ഒന്നും എതിരല്ല എന്നുള്ളതാണ്. ഒന്നിനും തടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ മരണം അവസാനമായി ചേർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. ആ സമയം നമുക്ക് ഈ ജീവിതത്തിൽ പടച്ച തമ്പുരാൻ തന്നത് വളരെ ചെറിയ നിമിഷങ്ങൾ മാത്രമാണ്. ആ സമയത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നമ്മളെ കുടുംബക്കാർക്കും നമ്മളെ മക്കൾക്കും അയൽവാസികൾക്കും നാട്ടുകാർക്കും എല്ലാം ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യണം. അതാണ് MM അലി എന്ന് പറയുന്ന ഈ പൊതുപ്രവർത്തകൻ ചെയ്തു കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സന്തോഷങ്ങൾ അവസാനമായി ആ കൊൽക്കളിയിൽ അവസാനിക്കുകയായിരുന്നു എന്നുള്ള ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒരു നാൾ മരണം നമ്മുടെയും തേടി വരും. ഇത്തരം ചിലപ്പം കോൽക്കളി കളിക്കുന്ന ഇടയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഇടയിലോ ആയിരിക്കും നമ്മളെയും ആ മരണം തേടി വരിക. ആ സമയത്തിനുള്ളിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ
മരണത്തിന് ശേഷമുള്ള നമ്മുടെ ഒരു ജീവിതം നമുക്ക് സുഖപ്രദമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നല്ല ഉദ്ദേശം മാത്രമേ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്ന എനിക്കോ ഉള്ളൂ എന്ന് ഞാൻ വിനീതമായി നിങ്ങളെ അഭ്യർത്ഥിക്കുകയാണ്. യാതൊരു കാരണവശാലും ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ മോശമായ കമൻറ്റുകൾ എഴുതാൻ വേണ്ടി പാടില്ല. വിനീതനായ എം അലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കബറിടം പടച്ചതമ്പുരാൻ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ഈ ജീവിതത്തിലോ ഈ ദുനിയാവിലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ എന്ന് നമ്മൾ ഈ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മരിച്ച കലാഭവൻ നവാസിൻ്റെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ ഞാൻ എടുത്തിരുന്നു. ആ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു, ചില ആൾക്കാർ വളരെ മോശകരമായ രീതിയിലുള്ള കമൻറ്റുകൾ അതിൻ്റെ താഴെയും അദ്ദേഹം സിനിമാ പ്രവർത്തകനാണ്, അദ്ദേഹം സ്വർഗത്തിൽ കിടക്കുമോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നു. അത്തരം കാര്യങ്ങൾ നിങ്ങളാരും ഏറ്റെടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. പടച്ചവൻ്റെ ജോലി പടച്ചവൻ ചെയ്തുകൊള്ളും. നിങ്ങളെ ആവുന്ന ജോലികൾ മാത്രം ചെയ്താൽ മതി. പടച്ചവൻ ആർക്കൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കും, ആർക്കൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കുകയില്ല എന്നുള്ളത് അത് പടച്ചവൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ അതിനൊന്നും ആരുമല്ല. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുക. അതിനുള്ള പ്രതിഫലം പടച്ചറബ് ഈ ഭൂമിയിൽ നിന്നും അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ വീഡിയോ ഒരു ഉണർത്തൽ അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റും ഒരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.